ഹായ്, ഞാൻ ഡോക്ടർ ഷെരീഫാണ്. ഇപ്പോൾ ചൂടുകാലമായ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് ചൂടുകുരു എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്ക്, എക്സ്പെഷ്യലി കുട്ടികൾക്കാണ് ചൂടുകുരു നല്ലോണം വരുന്നത്. നമുക്കറിയാലോ എന്താണ് ചൂടുകുരു എന്ന് ഒരുപാട് പേർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഡിലേയും അതേപോലെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സയൊക്കെ ഇതിനു വേണ്ടി ചെയ്യേണ്ടി വരുന്നത്. ചൂടുകുരു എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള വിയർപ്പ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഓവർ റിയാക്ഷനാണ്. ഇപ്പോൾ കുട്ടികളിലെ വിയർപ്പ് ഗ്രന്ഥി ചൂടുകാലം സമയത്ത് കൂടുതലായിട്ട് സ്വെറ്റ് അഥവാ വിയർപ്പ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഓവർ റിയാക്ഷൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ചൂടുകുരു ജസ്റ്റ് പൊങ്ങി വരുന്നത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഹെവി ആയിട്ടുള്ള പോളിസ്റ്റർ പോലത്തെ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇടുന്നത് കാരണം പിന്നെയും ചൂടുകുരു ചൂട് തട്ടുന്നത് കാരണം, വെയിൽ കൊള്ളുന്നത് കാരണം, അതേപോലെ തന്നെ പൗഡറൊക്കെ ഇടുന്നതുകൊണ്ട് കാരണം ഇത് ഓവർ റിയാക്ഷൻ വരികയും ആ റിയാക്ഷൻ കൂടി അത് ഇൻഫെക്ഷൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ചുവപ്പ് കളറിലൊക്കെ നമുക്ക് കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ സംഭവിച്ചാൽ ഒരു കാരണവശാലും ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ചൂടുകുരുള്ള സമയത്ത് പൗഡർ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഈ ചൂടുകുരു ആ സ്വെറ്റ് ഗ്ലാൻഡിൽ വേർപ്പ് ഗ്രന്ഥിയിലെ സുഷിരങ്ങൾ അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ പൗഡർ ഇടുന്നതോട് കൂടി. അപ്പോൾ അതിനുള്ളിൽ ഈ വേർപ്പ് കെട്ടിക്കിടക്കുകയും അത് കുരുവായിട്ട് വരികയും പിന്നെ അത് ഇൻഫെക്ഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്നത്. നമ്മളിതിൽ ചെയ്യേണ്ട മെയിൻ സംഭവം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, തണുപ്പിക്കുക എന്നുള്ളതാണ്. ഒരു തല നനക്കാതെ തന്നെ ഒരു 3-4 തവണ കുട്ടീനെ മെല്ലെ കുളിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നത്. നമ്മൾ വരച്ച് കുളിപ്പിക്കാൻ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ ഈ സ്വെറ്റ് ഗ്ലാൻഡ് പൊട്ടി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ തുണി എടുത്ത് മെല്ലെ തുടച്ചു കൊടുത്താൽ മതി, അത് ധാരാളമാണ്. പക്ഷേ ഒരു 3-4 തവണ ചെയ്ത് കഴിഞ്ഞാൽ ശരീരം തണുക്കുകയും ഈ വേർപ്പ് ഗ്രന്ഥി ഓവർ റിയാക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയും ചെയ്യും. അതാണെങ്കിൽ മെയിൻ ചെയ്യേണ്ടത്. പിന്നെ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ്, ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് ഡോക്ടറാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നിങ്ങൾ ആദ്യം വെച്ചാൽ, ഒന്ന് ഇതാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കുക, ശരീരം തണുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. 2, കോട്ടൻ്റെ ഡ്രസ്സ്, നല്ല കാറ്റോട്ടം കിട്ടുന്ന ഡ്രസ്സുകൾ മാത്രം ഇടാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും പോളിസ്റ്റർ അങ്ങനത്തെ ഡ്രസ്സുകൾ, ജീൻസ് പോലത്തെ ടൈറ്റ് ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ ശരീരത്തിൽ ചൂട് കൂടുന്ന പലഹാരങ്ങളും അതേപോലെ തന്നെ ഭക്ഷണങ്ങളും മാക്സിമം ഒഴിവാക്കുക. നോൺ വെജ് ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഓയിലി ഫുഡുകളൊക്കെ, സ്പൈസി ഫുഡുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുവിധം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെർപ്പ് ഈ ഫോളിക്കുലൈറ്റിസ് അഥവാ ഈ ചൂടുകുരു നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കലാമിൽ ലോഷൻ പോലത്തെ ലോഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പൗഡർ യൂസ് ചെയ്യാൻ പാടില്ല. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു.